നമസ്കാരം. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് നടത്തിവരുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വ്യാപ്തി വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായുള്ള മികച്ച വ്യക്തിബന്ധം ചൂണ്ടിക്കാണിച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങൾ താൽക്കാലികമായി ചുരുക്കുമെന്നാണ് സൂചന. ഇറാനെ ആണവമുക്തമാക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളിൽ സഹകരിക്കാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതാണ് ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിലെന്ന സൂചനയുണ്ട്. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ദക്ഷിണ കൊറിയയുടെ നിലപാടിൽ അമേരിക്കയ്ക്കുള്ള അമർഷം വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ കുറിപ്പ്. സൈനിക അഭ്യാസങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭൂരിഭാഗവും പതിവ് പോലെ അമേരിക്ക തന്നെയാണ് വഹിക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സൈനിക നീക്കങ്ങൾ തികച്ചും അനുചിതവും ശത്രുതാപരമായ സന്ദേശം നൽകുന്നതുമാണെന്ന് ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെ ആണവമുക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ പങ്കാളികളാകാമോ എന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനോട് അടുത്തിടെ ചോദിച്ചിരുന്നതായി ട്രംപ് വെളിപ്പെടുത്തി. എന്നാൽ നന്ദി, താൽപ്പര്യമില്ല എന്ന മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇരു വിഷയങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ദക്ഷിണ കൊറിയയുടെ നിലപാട് ട്രംപിൽ അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വാർഷിക സൈനിക പരിശീലനം റദ്ദാക്കാൻ ഏറെ വൈകിയെന്നും അതുകൊണ്ട് ഇത്തവണ അത് തുടരുമെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ സൈനികാഭ്യാസങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ദക്ഷിണ കൊറിയൻ അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഉത്തര കൊറിയ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സൈനിക പരിശീലനത്തിൽ 18,000-ഓളം ദക്ഷിണ കൊറിയൻ സൈനികരാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 28,500-ഓളം അമേരിക്കൻ സൈനികരാണ് നിലവിൽ ദക്ഷിണ കൊറിയയിൽ തമ്പടിച്ചിട്ടുള്ളത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയൻ സൈനികർ പങ്കാളികളാകുന്ന സാഹചര്യത്തെ കൂടി കണക്കിലെടുത്താണ് ഇത്തവണത്തെ പരിശീലനമെന്ന് യുഎസ് സൈനിക വക്താവ് റയാൻ ഡൊണാൾഡ് വ്യക്തമാക്കി. സംയുക്ത സൈനികാഭ്യാസത്തെ കടുത്ത ഭാഷയിലാണ് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചത്. ഇത് തങ്ങൾക്കെതിരെയുള്ള അധിനിവേശ യുദ്ധത്തിനുള്ള പരിശീലനമാണെന്ന് വെള്ളിയാഴ്ച ഉത്തര കൊറിയ കുറ്റപ്പെടുത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വിലക്ക് മറികടന്ന് ഉത്തര കൊറിയ അടുത്തിടെ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. 2019 ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ചരിത്രപരമായ പ്രധാന ഉച്ചകോടി പരാജയപ്പെട്ടതിന് പിന്നാലെ ഉത്തര കൊറിയ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികൾ വേഗത്തിലാക്കിയിരുന്നു. ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഉത്തര കൊറിയൻ മണ്ണിൽ കാലുകുത്തുന്ന ആദ്യത്തെ യുഎസ് പ്രസിഡന്റായി മാറിയിരുന്നു. 2018 കിം ജോങ് ഉന്നുമായുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ട്രംപ് സൈനികാഭ്യാസങ്ങൾ നിർത്തിവച്ചിരുന്നു. ഇറാന്റെ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകാൻ മടിക്കുന്ന സഖ്യകക്ഷികളോട് ട്രംപ് നേരത്തെയും അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാടുകളിലും ട്രംപ് മുൻപ് അതൃപ്തി പ്രകടമാക്കിയിരുന്നു. സൈനികമായോ അല്ലാതെയോ അമേരിക്കയെ പിന്തുണയ്ക്കാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്.